കോൺസ്റ്റബിൾ തള്ളിക്കോളൂ. ഇപ്പം ഫോർ എക്സാമ്പിൾ ചേച്ചി വനിതാ തിയേറ്ററിൽ സിനിമ കാണാൻ പോവാന്ന് വിചാരിക്കാം. അപ്പൊ ഈ ആറാട്ടണ്ണനൊക്കെ വന്നിട്ട് ചേച്ചി പ്രപ്പോസ് ചെയ്യുന്ന പേടിയുണ്ടോ? സിനിമ ഇറങ്ങിയ ശേഷം അങ്ങനെ പ്രപ്പോസൽ പ്രതീക്ഷിക്കുന്നുണ്ടോ? അങ്ങനെ എന്തായിരിക്കും മറുപടി? പറയാം. ഈ ആറാട്ടണ്ണനൊക്കെ ഇടയ്ക്ക് എന്നെ വിളിക്കാറൊക്കെ ഉണ്ട്. എന്റെ ദൈവമേ, ഞാൻ എന്തൊക്കെയാ കേൾക്കുന്നത്? വെറുതെ ബഹളുണ്ടാക്കലി നടന്ന് നിങ്ങൾ അനൗൺസ് ചെയ്ത് നാട്ടിക്കണ്ട. അല്ല, എനിക്ക് അങ്ങനെ പുള്ളിയില് റോങ് ആയിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല. എന്നാലും നീ ഇതെങ്ങനെ ഇടയ്ക്ക് എടുത്തടാ? ഇടയ്ക്ക് ആറാട്ടണ്ണൻ ഇടയ്ക്ക് വിളിക്കാറുണ്ട്. പക്ഷെ പുള്ളി ഒരു 20 സെക്കൻഡിൽ കൂടുതൽ സംസാരിക്കാറില്ല കേട്ടോ. അതെന്താ? ഞാൻ തറവാട്ടി പറഞ്ഞവനാ. പിന്നെ 20 സെക്കൻഡിൽ കൂടുതൽ സംസാരിക്കാറില്ല കേട്ടോ. അടുത്ത ആളെ വിളിക്കാണ്ടായിരിക്കും. എനിക്കറിയാൻ മേല. പക്ഷെ അതായത് എന്നെ ബുദ്ധിമുട്ടിക്കത്തേ ഇല്ല. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നേ. ഇടയ്ക്ക് ബുദ്ധിമുട്ടിക്കാറില്ല. അതിനൊറ്റ മരുന്നേ ഉള്ളൂ, നല്ല അസല് തല്ല്. ഞാൻ കൊള്ളും, എന്നാലും എനിക്ക് പറയാതിരിക്കാനാവില്ല. നമ്മൾ എന്തെങ്കിലും പരിപാടിയിലൊക്കെ ഇരിക്കുമ്പോഴാണെ ഫോൺ എടുക്കാൻ പറ്റാറില്ല. അപ്പൊ ഫോൺ എടുത്തില്ലെങ്കിൽ പുള്ളി പിന്നെയും വിളിക്കും. സോറി, അറിഞ്ഞോണ്ടല്ല, മനഃപൂർവ്വല്ലേ. ഞാൻ പിന്നെ ബ്ലോക്കും ചെയ്യാൻ പോറില്ല കേട്ടോ. എനിക്ക് പാവം തോന്നാറുണ്ട്. സ്വാഭാവികം. അപ്പൊ പുള്ളി ഇടയ്ക്ക് വിളിച്ചിട്ട് ഹലോ, അനാർക്കലി വളരെ സുന്ദരിയാണ്. അത് ഒരു സന്തോഷത്തിന്. അത് തെറ്റാണെങ്കിൽ ക്ഷമിച്ചാലോ, മാപ്പ് പോരെ. അനാർക്കലി വളരെ ബോൾഡാണ്, വളരെ ക്യൂട്ടും ബ്യൂട്ടിഫുൾ ഒക്കെയാണ്. അപ്പൊ ഓക്കെ. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.